ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൽ അധ്യക്ഷസ്ഥാനം ഒഴിയാൻ സന്നദ്ധതയറിയിച്ച് രാഹുൽ ഗാന്ധി ലണ്ടനിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന തിരിച്ചറിവിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് പ്രിയങ്ക ഗാന്ധി ഉള്ളത്. ഉത്തർപ്രദേശ് തിരിച്ചു പിടിക്കാനായി മിഷൻ 2022 തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. 2014 രാജ്യത്തെ മോദി തരംഗത്തിനിടയിലും ഉത്തർപ്രദേശിലെ ഗാന്ധി കുടുംബത്തിന്റെ ഉറച്ച സീറ്റുകളായ അമേത്തിയും റായ്ബറേലിയും കോൺഗ്രസിന് ഒപ്പം നിന്നിരുന്നു. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേത്തി കോൺഗ്രസിന് നഷ്ടമായി. 2014 രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി പരാജയത്തിന് ശേഷം മണ്ഡലങ്ങളിലെ ഇടപെടലിലൂടെ 2019 രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകാനുള്ള പ്രയത്നത്തിലാണ് യുപിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ. പരാജയ കാരണം വിലയിരുത്താൻ ചേർന്ന പ്രത്യേക യോഗത്തിൽ നേതാക്കൾ പ്രവർത്തിച്ചില്ല എന്നും പരാജയത്തിന് ചില വിമത നേതാക്കളും കൂടി കാരണമായിട്ടുണ്ട് എന്നും പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചിരുന്നു. പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഇനി മുതൽ ആഴ്ചയിൽ 3-4 യോഗങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടത്താനാണ് തീരുമാനം. നേരത്തെ പ്രിയങ്ക ഗാന്ധിയുമായി നേരിട്ട് സംവദിക്കാൻ എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ ആഴ്ചയിൽ പ്രിയങ്കയുമായി നേതാക്കൾക്ക് ചർച്ചകൾ നടത്താം. ചർച്ചയിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനായി പ്രയത്നിക്കാനാണ് പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനം. പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ യുപിയുടെ AICC ജനറൽ സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും വെളിപ്പെടുത്തിയ കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ചുമതലയാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഉള്ളതെന്ന്. തന്റെ പരിശ്രമത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന കോൺഗ്രസിന്റെ പ്രഭാവം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പ്രിയങ്ക ഗാന്ധി. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കി നേതാക്കളെയും പ്രവർത്തകരെയും നയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയിലൂടെ സംസ്ഥാനത്ത് കോൺഗ്രസിന് തിരിച്ചുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളും പ്രവർത്തകരും ഉള്ളത്. പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമാണ് പ്രിയങ്ക ഗാന്ധി ആസൂത്രണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.